2025 തുടക്കം തന്നെ നമ്മുടെ ബോച്ചയെ ജയിലിലാക്കിക്കൊണ്ടായിരുന്നു. അതിനുശേഷമാണ് ഗ്രീഷ്മയുടെ വിധി, അതിനുശേഷമാണ് മണവാളൻ്റെ മുടിമുറിക്കൽ, അങ്ങനെ പല കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഈ 2025 കുറച്ചൊക്കെ സെലിബ്രിറ്റി ആണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾക്കൊന്നും നല്ല കാലമല്ല എന്നാണ് പലപ്പോഴും തോന്നിപ്പോയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ സംഭവിച്ച കാര്യം, നമ്മുടെ ബോച്ചയെ ഇത്രയും വർഷമായി ഒരുപാട് ആളുകൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ പറയുകയും ഇഷ്ടമുള്ളതൊക്കെ വാവിളിച്ച് പറയുകയും ചെയ്തിരുന്ന ബോച്ചെ, എന്നിട്ട് പോലും ആളുകൾ സെലിബ്രിറ്റിയായി സ്വീകരിക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ബോച്ചെ അവസാനം എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജയിലിൽ കയറുന്നതും അവിടെ വെച്ച് പലതരത്തിലുള്ള നാടകീയ രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവുന്നതും ഒക്കെ തന്നെ കണ്ടതാണ്. അവസാനം കോടതിയോട് മാപ്പ് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ബോച്ചെ 2025 തുടക്കം അതായിരുന്നു. അതിനുശേഷമാണ് ശരിക്കുമുള്ള സംഭവം ഉണ്ടായത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന, ശരിക്കും അവൾക്ക് അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന അതേ വിധി, ഷാരോൺ എന്ന സ്വന്തം കാമുകനായ യുവാവിനെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയുടെ വിധി, അത് നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ വധശിക്ഷയായി വന്നു ഭവിച്ചു. തീർച്ചയായിട്ടും എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷമാണ് മണവാളൻ എന്ന യൂട്യൂബേഴ്സ് പിടിയിലാവുന്നത്. ഒരുപക്ഷെ 7 മാസത്തോളമായി പോലീസ് ആ മനുഷ്യനെ തിരയുകയായിരുന്നു, ഇതുവരെയും ലഭിച്ചില്ല. അവസാനം 2025 ആവേണ്ടി വന്നു അദ്ദേഹത്തെ പോലീസിനെ കൊണ്ട് പിടികൂടാൻ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ മനുഷ്യൻ അവസാനം അവിടെ വെച്ചും റീൽസ് എടുക്കാൻ ശ്രമിച്ചതും അതിൻ്റെ പേരിൽ വീണ്ടും വാർത്തയിൽ ഇടം നേടുന്നതും നമ്മൾ കണ്ടു. പക്ഷേ അതിനൊന്നും അത്ര നിസാരവൽക്കരിച്ച് പോലീസ് എടുക്കാത്തത് കൊണ്ട് തന്നെ അവസാനം ആ മനുഷ്യനെ മുടി തന്നെ, അദ്ദേഹത്തിൻ്റെ അഭിമാനമായി അദ്ദേഹം കൊണ്ടു നടന്നിരുന്ന ആ മുടി തന്നെ പോലീസ് വെട്ടിമാറ്റുകയും ചെയ്തു. ഒരുപക്ഷെ സ്വന്തം മുടി അതെങ്ങനെ വളർത്തണം എന്നുള്ളത് നമ്മുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പോലീസിന് എന്തവകാശം എന്ന രീതിയിൽ പലപ്പോഴും ചോദ്യങ്ങൾ വന്നേക്കാം. 4 കുട്ടികളുടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ശ്രമിച്ച ഈ മനുഷ്യനെതിരെ ഇനി എന്ത് ചെയ്യണം എന്ന രീതിയിൽ പോലീസ് തന്നെ തീരുമാനമെടുക്കും. മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്ന രീതിയിൽ ആരൊക്കെ പെരുമാറുന്നുവോ അവർക്കെതിരെ നിയമത്തിൻ്റെ കൈക്കരുക്കൾ വരിക തന്നെ ചെയ്യും. അവർക്കൊക്കെയും തന്നെ ഇവനെപ്പോലുള്ളവർ പാഠം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഇതൊക്കെയും തന്നെ അവൻ അനുഭവിക്കേണ്ടതുണ്ട്. കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ ഇതുപോലെ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നിട്ട് പോലും മയക്കുമരുന്നിനും മറ്റും അടിമപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന രീതിയിലായിരുന്നു അവനെതിരെ തന്നെ ആരോപണമുണ്ടായിരുന്നത്. ഒരുപക്ഷെ താൻ മദ്യപിക്കുന്നത് കണ്ടതും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത 4 കുട്ടികളെയാണ് ഈ മനുഷ്യൻ കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന രീതിയിൽ തന്നെയാണ് മണവാളനെതിരെ വന്നിട്ടുള്ള കേസും. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ശിക്ഷ തന്നെ അവന് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലുപരി ഇത്രയും ദിവസം പോലീസിനെ കബളിപ്പിച്ച് മറഞ്ഞു നിന്നതിൻ്റെ പേരിൽ വേറെയും ശിക്ഷ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. എന്ത് തന്നെയായാലും 2025 ഇതുവരെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ദിവസങ്ങൾ തന്നെയായിരുന്നു, വാർത്തകൾ തന്നെയായിരുന്നു നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ അവസാനം സാന്ദ്ര തോമസ് 2 പേർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. തന്നെ ഭീഷണിപ്പെടുത്തി എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണനെതിരെയും പിന്നൊരു പ്രമുഖനെതിരെയും. തീർച്ചയായിട്ടും അങ്ങനെ പലതരത്തിലും സെലിബ്രിറ്റീസിന് നല്ല കാലമല്ല 2025 എന്ന കാര്യത്തിൽ സംശയമില്ല. എന്ത് തന്നെയായാലും വീണ്ടും ഒരു വീഡിയോയുമായി നാളെ വരുന്നത് വരെ ബൈ.